ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയ ഇതിഹാസങ്ങളുടെ ജീവിതവും 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളും ഇനി നിങ്ങളുടെ മുന്നിൽ. പ്രമുഖ ഭരണാധികാരികളുടെ ജീവിതകഥകളും ലോകചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളും ആഴത്തിൽ പരിശോധിക്കുന്ന SM മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രത്തെ അടുത്തറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ SM മീഡിയ. യുഗാണ്ടയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ഈദി അമീൻ ദാദയുടേത്. ഈദി അമീൻ ദാദയുടെ സമഗ്ര രാഷ്ട്രീയ ചരിത്രവും സാമൂഹിക പ്രത്യാഘാതങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ഭീതിയും കൗതുകവും ജനിപ്പിച്ച നാമമാണ് ഈദി അമീൻ ദാദ. 1971 മുതൽ 1979 വരെയുള്ള 8 വർഷക്കാലം യുഗാണ്ടയുടെ അനിഷേധ്യനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. തൻ്റെ ക്രൂരത കൊണ്ടും വിചിത്രമായ സ്വഭാവരീതികൾ കൊണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു സാധാരണ സൈനിക പാചകക്കാരനിൽ നിന്നാരംഭിച്ച് സ്വയം ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർന്ന അമീൻ്റെ ജീവിതം കൊളോണിയൽ വിരുദ്ധതയും വംശീയ രാഷ്ട്രീയവും സൈനിക സ്വേച്ഛാധിപത്യവും ഇഴചേർന്ന ഒരു സങ്കീർണമായ ചരിത്രരേഖയാണ്. യുഗാണ്ടയുടെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറയെ തകർത്തെറിഞ്ഞ അമീൻ്റെ ഭരണം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആളുകളുടെ ജീവനെടുത്തു എന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ കണക്കാക്കുന്നത്. ഈദി അമീൻ ദാദയുടെ ജനനവും ആദ്യകാല ജീവിതവും കൃത്യമായ രേഖകളുടെ അഭാവത്തിൽ ഇന്നും നിഗൂഢമായി തുടരുന്നു. 1923-നും 1928-നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വർഷത്തിൽ വടക്ക് പടിഞ്ഞാറൻ യുഗാണ്ടയിലെ കൊബാക്കോയിലാണ്, അതല്ലെങ്കിൽ തലസ്ഥാനമായ കമ്പാലയിലോ ആണ് അദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നത്. സൗദി അറേബ്യ നൽകിയ മരണ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ പ്രകാരം 1928 മെയ് 30-നാണ് അമീൻ്റെ ജനനം. ഇസ്ലാം മതവിശ്വാസികളായ മാതാപിതാക്കളുടെ 3ാമത്തെ മകനായി ജനിച്ച അദ്ദേഹത്തിന് ഈദുൽ അദ്ഹ ദിനത്തിലെ ജനനം കണക്കിലെടുത്താണ് ഈദി എന്ന പേര് നൽകപ്പെട്ടത്. അമീൻ്റെ പിതാവ് കക്വ ഗോത്രത്തിൽപ്പെട്ട അമീൻ ദാദ നിയാബെറ ടോമോറോസവും മാതാവ് ലുഗ്ബാര ഗോത്രത്തിൽപ്പെട്ട ആയിഷ ചുമുരു ആറ്റയുമാണ്. പിതാവ് ആന്ത്രയസ് എന്ന പേരിൽ കത്തോലിക്ക വിശ്വാസിയായാണ് ജനിച്ചതെങ്കിലും പിന്നീട് 1910-ൽ ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. അമീൻ്റെ മാതാവ് പരമ്പരാഗതമായി മന്ത്രവാദത്തിലും ഔഷധ വൈദ്യത്തിലും പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അമീൻ്റെ ശൈശവത്തിൽ തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനാൽ അദ്ദേഹം മാതാവിൻ്റെ ബന്ധുക്കൾക്കൊപ്പം ബുഗാണ്ട പ്രദേശത്താണ് വളർന്നത്. പഠനത്തിൽ കാര്യമായ താൽപ്പര്യം കാണിക്കാതിരുന്ന അമീൻ 8 മുതൽ 10 വയസ്സ് വരെ ആടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്തിരുന്നു. പിന്നീട് ഷെയ്ഖ് അഹമ്മദ് ഹുസൈൻ്റെ കീഴിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചുവെങ്കിലും 12ാമത്തെ വയസ്സിൽ അത് ഉപേക്ഷിച്ചു. 1940-ൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വംശീയ പാശ്ചാത്തലം കാരണം പ്രവേശനം നിഷേധിക്കപ്പെട്ടതായും പറയപ്പെടുന്നു. ഈ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും സാമൂഹികമായ അവഗണനയും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തിലും രാഷ്ട്രീയ നിലപാടുകളിലും നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1946-ലാണ് അമീൻ തൻ്റെ സൈനിക ജീവിതം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ സൈന്യത്തിൻ്റെ ഭാഗമായ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ ഒരു പാചക സഹായിയായാണ് അദ്ദേഹം സൈനിക സേവനം ആരംഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതിയും അത്ലറ്റിക് കഴിവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് ആകർഷിച്ചു. 6 അടി 4 ഇഞ്ച് ഉയരവും
അതിനൊത്ത ശാരീരിക ഘടനയുമുള്ള അമീൻ മികച്ചൊരു ബോക്സറും റഗ്ബി താരവുമായിരുന്നു. 1951 മുതൽ 1960 വരെ തുടർച്ചയായി യുഗാണ്ടയിലെ ലൈറ്റ് ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു അദ്ദേഹം. സൈന്യത്തിൽ അമീൻ വേഗത്തിൽ പദവികൾ ഉയർത്തി. ബ്രിട്ടീഷുകാരുടെ കീഴിൽ സോമാലിയൻ വിമതർക്കെതിരെയും കെനിയയിലെ പ്രസിദ്ധമായ മൗമോ കലാപം അടിച്ചമർത്തുന്നതിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. മൗമോ കലാപകാലത്ത് കെനിയയിലെ കിക്കുയു ഗോത്രക്കാരോട് അമീൻ കാട്ടിയ ക്രൂരതകൾ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ഭരണശൈലിയുടെ മുന്നോടിയായിരുന്നുവെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സിവിലിയന്മാരെ പീഡിപ്പിക്കുന്നതിലും ക്രൂരമായ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിലും ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് അദ്ദേഹം ലഭിച്ച പ്രായോഗിക പരിശീലനം പിൽക്കാലത്ത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം പ്രയോഗിച്ചു. 1962 യുഗാണ്ട ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ അമീൻ രാജ്യത്ത് ഏറ്റവും ഉയർന്ന റാങ്കുള്ള ആഫ്രിക്കൻ സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു. സ്വതന്ത്ര യുഗാണ്ടയുടെ ആദ്യ പ്രധാനമന്ത്രിയും പിന്നീട് പ്രസിഡന്റുമായ മിൽട്ടൺ ഒബോട്ടയുമായി അമീൻ അടുത്ത ബന്ധം പുലർത്തി. ഈ ബന്ധം അദ്ദേഹത്തെ സൈന്യത്തിൻ്റെ തലപ്പത്തെത്തിക്കുന്നതിൽ നിർണായകമായി. മിൽട്ടൺ ഒബോട്ടയുടെ വിശ്വസ്തനായിരുന്ന അമീൻ 1966 ബുഗാണ്ട രാജാവായിരുന്ന മുട്ടേസ രണ്ടാമനെ പുറത്താക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കൊട്ടാരം വളയാനും രാജാവിനെ നാട് കടത്താനും അമീൻ നേതൃത്വം നൽകി. ഇതിനെ തുടർന്ന് അമീൻ സൈനിക മേധാവിയായി നിയമിക്കപ്പെട്ടു. എന്നാൽ കാലക്രമേണ ഒബോട്ടയും അമീനും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങി. അമീൻ സൈനിക ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതായും വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നതായും ഒബോട്ടെ സംശയിച്ചു. 1921 ജനുവരിയിൽ സിംഗപ്പൂരിൽ നടന്ന കോമൺവെൽത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഒബോട്ടെ പോയ അവസരം അമീൻ മുതലെടുത്തു. ജനുവരി 25 സൈനിക അട്ടിമറിയിലൂടെ അമീൻ അധികാരം പിടിച്ചെടുത്തു. തുടക്കത്തിൽ ജനങ്ങൾ അട്ടിമറിയെ സ്വാഗതം ചെയ്തു. ഒബോട്ടയുടെ ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെട്ടുവെന്ന് പലരും കരുതി. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്നും അഴിമതി തുടച്ചു നീക്കുമെന്നും 3 മാസത്തിനുള്ളിൽ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും അമീൻ വാഗ്ദാനം നൽകി. എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമായിരുന്നുവെന്ന് വൈകാതെ ലോകം തിരിച്ചറിഞ്ഞു. അധികാരമേറ്റയുടൻ അമീൻ സ്വയം പ്രസിഡന്റായും സൈനിക തലവനായും പ്രഖ്യാപിച്ചു. അദ്ദേഹം ഭരണഘടനയിലെ പ്രധാന വകുപ്പുകൾ റദ്ദാക്കുകയും ഉത്തരവുകളിലൂടെ ഭരണം നടത്താൻ ആരംഭിക്കുകയും ചെയ്തു. പാർലമെൻറ്റ് പിരിച്ചുവിടുകയും രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കുകയും ചെയ്തതോടെ യുഗാണ്ട പൂർണ്ണമായ ഒരു സൈനിക സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങി. അമീൻ്റെ 8 വർഷ ഭരണകാലത്ത് യുഗാണ്ടയിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. തൻ്റെ രാഷ്ട്രീയ എതിരാളികളെയും വിമർശകരെയും ഇല്ലാതാക്കാൻ അദ്ദേഹം രൂപീകരിച്ച സംവിധാനങ്ങൾ ഭീതിയുടെ പര്യായമായി മാറി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സ്റ്റേറ്റ് റിസർച്ച് ബ്യൂറോ അഥവാ SRB. തുടക്കത്തിൽ സൈനിക ഇൻ്റലിജൻസ് വിഭാഗമായി ആരംഭിച്ച ഇത് പിന്നീട് അമീൻ്റെ രഹസ്യ പോലീസായി മാറി. കമ്പാലയിലെ നഗസോറോ ഹില്ലിൽ സ്ഥിതി ചെയ്തിരുന്ന SRB ആസ്ഥാനം മരണക്കെണിയായാണ് അറിയപ്പെട്ടിരുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, കൊലപാതകം എന്നിവയായിരുന്നു ഈ ഏജൻസിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. SRB ഏജന്റുമാർ പൊതുവെ തിരിച്ചറിയപ്പെട്ടിരുന്നത് അവരുടെ വേഷവിധാനങ്ങളിലൂടെയായിരുന്നു. കറുത്ത കൂളിംഗ് ഗ്ലാസുകൾ, കൗണ്ട സ്യൂട്ടുകൾ, ഫ്ലോറൽ ഷർട്ടുകൾ എന്നിവ ധരിച്ച ഇവർ സദാസമയവും ജനങ്ങളെ നിരീക്ഷിച്ചു. ഏകദേശം 3000-ഓളം ഏജന്റുമാർ ഈ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു. മറ്റൊരു പ്രധാന പീഡന വിഭാഗമായിരുന്നു പബ്ലിക് സേഫ്റ്റി യൂണിറ്റ് അഥവാ PSU. സായുധ കവർച്ച തടയാൻ എന്ന പേരിൽ രൂപീകരിച്ച ഈ വിഭാഗം യഥാർത്ഥത്തിൽ അമീൻ്റെ ശത്രുക്കളെ വേട്ടയാടാനാണ് ഉപയോഗിക്കപ്പെട്ടത്. സംശയത്തിൻ്റെ പേരിൽ ആരെയും വെടിവെച്ച് കൊല്ലാൻ ഇവർക്ക് അനുവാദമുണ്ടായിരുന്നു. ആർച്ച് ബിഷപ്പ് ജനാനി ലുവം
ചീഫ് ജസ്റ്റിസ് ബെനഡിക്റ്റോ കിവാനുക്ക തുടങ്ങിയ പ്രമുഖർ ഈ കാലഘട്ടത്തിൽ ഭരണകൂട ഭീകരതയുടെ ഇരകളായി മാറി. പീഡനമുറകൾ അങ്ങേയറ്റം ക്രൂരമായിരുന്നു. വൈദ്യുതാഘാതമേൽപ്പിക്കുക, ഇരുമ്പ് ദണ്ട് കൊണ്ട് തല്ലുക, ജീവനോടെ തൊലിയുരിക്കുക തുടങ്ങിയ രീതികൾ SRB കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നൈൽ നദിയിൽ എറിയുകയും അത് അവിടെയുള്ള ചീങ്കണ്ണികൾക്ക് ഭക്ഷണമാക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഭീകരത സാധാരണ ജനങ്ങൾക്കിടയിൽ കടുത്ത നിശബ്ദതയും ഭയവും സൃഷ്ടിച്ചു. ആയിരത്തി 1972 അമീൻ പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം യുഗാണ്ടയുടെ ചരിത്രത്തെ മാറ്റിമറിച്ചു. യുഗാണ്ടയുടെ സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം കൈവശം വച്ചിരുന്ന ഏഷ്യൻ വംശജരോട്, പ്രധാനമായും ഇന്ത്യക്കാരും പാകിസ്ഥാനികളോടും 90 ദിവസത്തിനുള്ളിൽ രാജ്യം വിടാൻ അദ്ദേഹം ഉത്തരവിട്ടു. ദൈവത്തിൻ്റെ വെളിപാടുണ്ടായതിനാലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് അമീൻ അവകാശപ്പെട്ടത്. യുഗാണ്ടൻ ഏഷ്യക്കാർ സമ്പദ് വ്യവസ്ഥയെ തുരങ്കം വയ്ക്കുന്നുവെന്നും അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഏകദേശം 60,000-ഓളം ആളുകൾക്ക് വെറും $120 പരിമിതമായ ലഗേജുമായി രാജ്യം വിടേണ്ടി വന്നു. ഇവരുടെ ബിസിനസ്സുകളും വീടുകളും കൃഷിയിടങ്ങളും അമീൻ പിടിച്ചെടുത്തു. ഈ സ്വത്തുക്കൾ അമീൻ്റെ വിശ്വസ്തരായ സൈനികർക്കും അനുയായികൾക്കും വീതിച്ചു നൽകി. ഇത്തരത്തിൽ ഭരണകൂട പിന്തുണയോടെ സമ്പന്നരായ വിഭാഗത്തെ മഫൂത മിങ്കി എന്നാണ് വിളിച്ചിരുന്നത്. വാണിജ്യരംഗത്ത് മുൻപരിചയമില്ലാത്ത സൈനിക ഉദ്യോഗസ്ഥർ ബിസിനസ്സുകൾ ഏറ്റെടുത്തതോടെ യുഗാണ്ടൻ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തി. വ്യാവസായിക ഉൽപ്പാദനം നിലക്കുകയും നിത്യോപയോഗ സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു. ഇത് രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്കും കടുത്ത പട്ടിണിയിലേക്കും നയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ യുഗാണ്ടയുടെ പ്രതിച്ഛായ ഇതോടെ പൂർണ്ണമായും തകർന്നു. അമീൻ്റെ വിദേശ നയം പ്രവചനാതീതമായിരുന്നു. തുടക്കത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി സഹകരിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ഇസ്രയേലുമായി അകലുകയും ലിബിയയിലെ മുഅമ്മർ ഗദ്ദാഫി, സോവിയറ്റ് യൂണിയൻ എന്നിവരുമായി അടുക്കുകയും ചെയ്തു. 1976 ജൂണിൽ നടന്ന എൻഡബെ വിമാനറാഞ്ചൽ അമീൻ്റെ ഭരണത്തിലെ ഏറ്റവും നിർണായകമായ അന്താരാഷ്ട്ര സംഭവമായിരുന്നു. ഫലസ്തീൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ എയർ ഫ്രാൻസ് വിമാനം യുഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിലിറക്കാൻ അമീൻ അനുവാദം നൽകി. തീവ്രവാദികൾക്ക് സൈനിക സഹായവും ഇന്ധനവും നൽകി അദ്ദേഹം അവരെ പിന്തുണച്ചു. എന്നാൽ ഇസ്രായേൽ സൈന്യം അതിസാഹസികമായൊരു മിന്നലാക്രമണത്തിലൂടെ വിമാനത്താവളം പിടിച്ചെടുക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. യുഗാണ്ടൻ സൈന്യത്തിന് ഈ ആക്രമണം വലിയ അപമാനമുണ്ടാക്കി. ഇതിന് പ്രതികാരമായി വിമാനത്താവളത്തിന് സമീപത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഡോറ ബ്ലോക്ക് എന്ന വൃദ്ധയായ ബന്ദിയെ അമീൻ കൊലപ്പെടുത്തി. ആക്രമണത്തിന് ഇസ്രായേലിനെ സഹായിച്ചു എന്നാരോപിച്ച് കെനിയയിലെ നിരവധി ആളുകളെയും അദ്ദേഹം വേട്ടയാടി. അമീൻ സ്വയം ചാർത്തിക്കൊടുത്ത പദവികൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയുടെയും അധികാരത്തോടുള്ള ആർത്തിയുടെയും പ്രതിഫലനമായിരുന്നു. 1977 ബ്രിട്ടനുമായി നയതന്ത്ര ബന്ധം വേർപ്പെടുത്തിയപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ താൻ പരാജയപ്പെടുത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ആജീവനാന്ത പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അൽ ഹാജി ഡോക്ടർ ഇദി അമീൻ ദാദ ഭൂമിയിലെ സകല മൃഗങ്ങളുടെയും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളുടെയും തമ്പുരാൻ, ആഫ്രിക്കയിലെയും പ്രത്യേകിച്ച് യുഗാണ്ടയിലെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ജേതാവ് എന്നീ ഔദ്യോഗിക പദവികളിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിക്ക് വിചിത്രമായ ടെലഗ്രാമുകൾ അയക്കുന്നതും സ്കോട്ട്ലാൻഡിനെ ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ താൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതും അമീൻ്റെ ഹോബിയായിരുന്നു. ലാസ്റ്റ് കിങ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന പേര് അദ്ദേഹം ഇതിലൂടെയാണ് നേടിയത്. അമീൻ്റെ അന്ത്യത്തിന് തുടക്കമിട്ടത് അയൽരാജ്യമായ ടാൻസാനിയയുമായുള്ള യുദ്ധമായിരുന്നു. 1978 ഒക്ടോബറിൽ യുഗാണ്ടൻ സൈന്യം ടാൻസാനിയയുടെ അതിർത്തി പ്രദേശമായ കഗേര സാലിയൻ ആക്രമിക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു. ടാൻസാനിയൻ പ്രസിഡന്റ് ജൂലിയസ് നെരേര ഇതിനെതിരെ ശക്തമായി തിരിച്ചടി പ്രഖ്യാപിച്ചു. ടാൻസാനിയൻ സൈന്യവും യുഗാണ്ടൻ പ്രവാസികളുടെ സംയുക്ത സേനയും യുഗാണ്ടയിലേക്ക് ഇരച്ചു കയറി.
1979 മാർച്ചിൽ നടന്ന ലൂക്കായ യുദ്ധത്തിൻ്റെ ഗതി മാറ്റി. ലിബിയൻ സൈന്യത്തിൻ്റെ സഹായമുണ്ടായിട്ടും അമീൻ്റെ സൈന്യം പരാജയപ്പെട്ടു. 1929 ഏപ്രിൽ 11 കമ്പാല വീണു. അമീൻ കുടുംബത്തോടൊപ്പം ആദ്യം ലിബിയയിലേക്കും പിന്നീട് സൗദി അറേബ്യയിലേക്കും പലായനം ചെയ്തു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്ന ഉറപ്പിൽ അമീന് അഭയം ലഭിച്ചു. അവിടെയുള്ള ശിഷ്ടകാലം അദ്ദേഹം ഖുർആൻ പഠനത്തിലും കായിക വിനോദത്തിലും ഏർപ്പെട്ടു. 2003 ഓഗസ്റ്റ് 16 വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു. ജിദ്ദയിലെ റുവൈ ശ്മശാനത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഈദി അമീൻ്റെ സ്വകാര്യ ജീവിതം അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം പോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. 5-6 ഭാര്യമാരിലായി ഏകദേശം 30-ലധികം മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ ഭാര്യമാരോടും അദ്ദേഹം ക്രൂരമായാണ് പെരുമാറിയിരുന്നത്. വിവാഹമോചനം നേടിയ മങ്ക്യാമു അമീൻ തടവിലാക്കപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. കായെ അമീൻ്റെ മൃതദേഹം വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. അമീൻ മനുഷ്യമാംസം ഭക്ഷിച്ചിരുന്നു എന്ന ആരോപണം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ശത്രുക്കളുടെ തലയോട്ടി കൊട്ടാരത്തിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം കൊലപ്പെടുത്തിയവരുടെ അവയവങ്ങൾ ഭക്ഷിച്ചിരുന്നു എന്നും പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇവ പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഇത്തരം കഥകൾ അമീൻ എന്ന സ്വേച്ഛാധിപതിയെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിക്കാൻ കാരണമായി. മങ്ക്യാമു, കായെ, നൂറ, മദീന, സാറ എന്നിവരായിരുന്നു ഭാര്യമാർ. ഇവരിലെല്ലാമായി ഏകദേശം 45ഓളം മക്കളുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈദി അമീൻ്റെ ഭരണം യുഗാണ്ടയ്ക്ക് നൽകിയ മുറിവുകൾ ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല. സാമ്പത്തികമായ തകർച്ചയും സാമൂഹികമായ ഭിന്നതയും ഇന്നും ആ രാജ്യത്ത് നിഴലിക്കുന്നുണ്ട്. ഒരു ജനതയെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ 8 വർഷങ്ങൾ ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പാഠങ്ങളിലൊന്നായി അവശേഷിക്കുന്നു.